ഹലോ ഗൈസ്, ഇന്നൊരു ഹെയർ കെയർ വീഡിയോ ആണ്. ഇന്ന് ഞാൻ എൻ്റെ മുടിയിൽ ഒരു ഹെയർ മാസ്ക് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അത് നിങ്ങളെ കൂടി ഞാൻ കാണിച്ചു തരാം. ഇത് കറിവേപ്പിലയും ഉലുവയും കൂടെ പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ്. അത് നമ്മുടെ ആവശ്യാനുസരണം ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ മുടിക്ക് എത്രയാണോ വേണ്ടത് അത്രയും എടുക്കാം. ഞാൻ ഇത്ര എടുത്തിട്ടുണ്ട്. എൻ്റെ മുടിക്ക് ആവശ്യമായിട്ടുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് മിക്സ് ആക്കി എടുക്കാം. അവസാനം ഇങ്ങനെ ഒരു ടെക്സ്ചർ വരും കേട്ടോ. പിന്നെ ഇത് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു ഉച്ചയ്ക്കാണ് ഞാൻ ഉണ്ടാക്കിയത്. വൈകിട്ടാണ് ഞാൻ തലയിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയത്. അങ്ങനെ മാസ്ക് ഒക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ജലദോഷം ഉള്ളവർ ഇതിനകത്ത് ഉലുവ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് അത് തണുപ്പായിരിക്കുമല്ലോ. അപ്പം അവർക്ക് കൂടുതൽ സമയം വെക്കുന്നത് ഒരിക്കലും നല്ലതായിരിക്കത്തില്ല. അതുകൊണ്ട് അപ്ലൈ ചെയ്യുവാണെങ്കിലും ഒരു 10-15 മിനിറ്റൊക്കെ വെച്ചിട്ട് കഴുകിക്കളയുന്നതായിരിക്കും അവർക്ക് നല്ലത്. ആദ്യം തന്നെ ഒരു പല്ലകലമുള്ള ഒരു ചീപ്പ് യൂസ് ചെയ്ത് മുടീൻ്റെ ചെടക്കെല്ലാം നല്ല വൃത്തിക്ക് എടുക്കണം. ഈ അടുത്തടുത്ത് പല്ലുള്ള കോമ്പിനെക്കാട്ടിലും നല്ലത് ഇങ്ങനെ അകലമുള്ള കോമ്പ് യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മുടിയുടെ ചെടക്കെല്ലാം മാറ്റി മുടി നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എൻ്റെ മുടിയിൽ എന്തെങ്കിലും മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നല്ല രീതിയിൽ ഓയിൽ വെക്കാറുണ്ട്. ഞാൻ എൻ്റെ മുടിയിൽ കുറേ നാളായിട്ട് ഈ ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു ആയുർവേദ ഓയിലാണ്. കഞ്ഞുണ്ണാതി കെയർ എന്നാണ് ഇതിൻ്റെ പേര്. 4-5 മാസമായിട്ട് ഈ ഓയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല റിസൾട്ട് തോന്നിയിട്ടുണ്ട്. എൻ്റെ മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എല്ലാ ആയുർവേദ ഷോപ്പിലും ഈ ഓയിൽ കിട്ടും കേട്ടോ. ഓയിൽ നല്ല രീതിയിൽ തന്നെ ഞാൻ തലയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. വീക്ക്ലി ചോയ്സ് ആണ് കേട്ടോ ഞാൻ എൻ്റെ ഹെയർ വാഷ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹെയർ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നമ്മുടെ നെയിൽ യൂസ് ചെയ്തിട്ടല്ല, ഈ ഫിംഗറിൻ്റെ ടിപ്സ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് നല്ല രീതിയിൽ സർക്കുലർ മോഷനിൽ നല്ലപോലെ മസാജ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ, തലയിലെ ബ്ലഡ് സർക്കുലേഷൻ കൂടും. അത് മുടി വളരാൻ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യും. അതുപോലെ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ഈ തലയോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ. അതുപോലെ തന്നെ വീക്ക്ലി വൺസ് ഒക്കെ നമുക്ക് ഹെയർ മാസ്ക് ഒക്കെ ഇട്ട് കൊടുക്കാം. എൻ്റെ ഹെയറിലാണെങ്കിൽ ഹെയർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്ത് നല്ല രീതിക്ക് ഡാമേജ് വന്ന ഒരു ഹെയർ ആണ്. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ഈ നാച്ചുറൽ റെമഡീസ് ഒക്കെ ചെയ്ത് എൻ്റെ ഹെയറിൻ്റെ ഹെൽത്തിനെ ഞാൻ തിരിച്ചു പിടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിക്ക് ഓയിലൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി നമുക്ക് ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ ഈ ഹെയറിന് പുറമേ കൊടുത്തോണ്ട് മാത്രം നടക്കില്ല, അകത്തോട്ടും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം. അതായത് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എഗ്സ്, അതേപോലെ പയറുവർഗ്ഗങ്ങൾ, അതൊക്കെ നല്ല രീതിയിൽ കഴിക്കണം, കടല. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 25 കിലോയ്ക്ക് 1 ലിറ്റർ വെള്ളം എന്നാണ് പറയുന്നത്. അതായത് ഒരു 50 കിലോ ഉള്ള ഒരാൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം. 75 കിലോ ആണെങ്കിൽ മിനിമം ഒരു 3 ലിറ്റർ എങ്കിലും കുടിക്കണം, നിർബന്ധമാണത്. അതുപോലെ തന്നെ ഈ നെല്ലിക്കയൊക്കെ കഴിക്കുന്നതും, നെല്ലിക്ക അതുപോലെ തന്നെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെ മുടിക്ക് നല്ല രീതിയിൽ ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. നനഞ്ഞ മുടി ഈരാതിരിക്കുക, നനഞ്ഞ മുടി പിടിച്ച് ടൈറ്റായിട്ട് കെട്ടിവെക്കുന്നത് ഒഴിവാക്കുക. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ മാസ്ക് ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂർ, ഞാൻ 15 മിനിറ്റേ വെക്കുന്നുള്ളൂ. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം തല ഇരുന്നോട്ടെ, നമുക്ക് ബാക്കിയുള്ള പണിയൊക്കെ ചെയ്യാം. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കിയതേ വന്നിട്ടുണ്ട്. മുടി ഇത്തിരി ഒന്ന് ഉണങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഒരു സിൽക്ക്നെസ് ഒക്കെ ചെറുതായിട്ടൊന്ന് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ ഈ ഉലുവ, കറിവേപ്പില ഇതൊക്കെ മുടി വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.